Hey guys, welcome to our new video. ഹൈദരാബാദ് സീരീസിലെ രാമോജി ഫിലിം സിറ്റിയുടെ 5ാമത്തെ പാർട്ട് വീഡിയോയാണിത്. ഈ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് ബട്ടർഫ്ലൈ മ്യൂസിയം, ബട്ടർഫ്ലൈ ഗാർഡൻ, ബേർഡ് പാർക്ക് എന്നിവയൊക്കെയാണ്. ഹവാമഹലും ജാപ്പനീസ് ഗാർഡനും എക്സ്പ്ലോർ ചെയ്ത ശേഷം വിന്റേജ് ബസ് ഇവിടേക്കാണ് നമ്മളെ ഡ്രോപ്പ് ചെയ്യുന്നത്. ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ എത്തുന്നത് മനോഹരമായ ഈ ഗാർഡനിലോട്ടാണ്. ഇവിടെ ഇവർ കുട്ടികളെയൊക്കെ ചേർത്ത് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു. ഇതുവഴി നടന്ന് മുന്നോട്ട് ചെന്നെത്തുന്നത് ബട്ടർഫ്ലൈ മ്യൂസിയത്തിലോട്ടാണ്. നോക്കിയേ, ഈ ബട്ടർഫ്ലൈ മ്യൂസിയത്തിന്റെ ചുവരൊക്കെ എന്തു ഭംഗിയായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. ഇതാണ് ബട്ടർഫ്ലൈ മ്യൂസിയത്തിന്റെ എൻട്രൻസ് വരുന്നത്. ഇതിനുള്ളിൽ ബട്ടർഫ്ലൈസിനെ കുറിച്ചുള്ള ഓരോ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. ബട്ടർഫ്ലൈ മ്യൂസിയത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ടീ, കോഫി, ജ്യൂസ് ഒക്കെ കിട്ടുന്ന സ്റ്റോൾസ് അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർക്ക് ഇവിടെ നിന്ന് റിഫ്രഷ്മെന്റ്സ് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ബട്ടർഫ്ലൈയുടെ ഷേപ്പിൽ ഒരുപാട് ഫോട്ടോ സ്പോട്ട്സും ഇവരിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ഞങ്ങളും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പലയിടത്തും ഇത്തരത്തിലുള്ള ഫോട്ടോ സ്പോട്ട്സ് ഉണ്ടായതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി ഞങ്ങൾ പോകുന്നത് ബട്ടർഫ്ലൈ ഗാർഡനിലോട്ടാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ബട്ടർഫ്ലൈ ഗാർഡന്റെ എൻട്രൻസ് വരുന്നത്. മുൻപുള്ള വീഡിയോകളിൽ പറഞ്ഞതുപോലെ തന്നെ ഒരിടത്തും നമുക്ക് എൻട്രി ഫീസ് സെപ്പറേറ്റ് കൊടുക്കേണ്ടതില്ല. എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടാണ് ആദ്യം നമ്മൾ എടുത്ത ടിക്കറ്റ് ഉള്ളത്. ഇതിനുള്ളിൽ ഒരുപാട് ചെടികളൊക്കെയുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ എക്സ്പെക്ട് ചെയ്ത അത്രയും ബട്ടർഫ്ലൈസ് ഒന്നും നമുക്ക് ഇതിനുള്ളിൽ കാണാൻ കഴിഞ്ഞില്ല. ഇത്രയും ചെടികൾ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് ബട്ടർഫ്ലൈസ് അവിടെയും ഇവിടെയും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഫീൽ ചെയ്തത് ഇതിനേക്കാൾ ഏറെ ബട്ടർഫ്ലൈസ് നമ്മുടെ വീട്ടിലുണ്ടാകുമെന്നാണ്. ബട്ടർഫ്ലൈ ഗാർഡനകത്ത് ഇങ്ങനെ ഒരു ഫൗണ്ടെയിൻ ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിനുള്ളിലെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. പുറത്തിറങ്ങുമ്പോൾ കാണുന്നത് ക്യാപ്ചർ യുവർ ഫെതേർഡ് മെമ്മറീസ് എന്ന് പറയുന്ന ഈ ഏരിയയാണ്. ഇവിടെ വെച്ച് നമുക്ക് ബേർഡ്സിന്റെ കൂടെയൊക്കെ വേണമെങ്കിൽ ഫോട്ടോസ് എടുക്കാവുന്നതാണ്. ഫോട്ടോയും എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എത്തുന്നത് വിങ്സ് എന്ന് പറയുന്ന ഈ ഒരു ബിൽഡിങ്ങിലോട്ടാണ്. സത്യം പറഞ്ഞാൽ ഈ ഏരിയ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. മുന്നോട്ട് നടന്ന് ഞങ്ങൾ ചെന്നെത്തിയത് ഈ വാട്ടർഫോൾസിനടുത്തേക്കാണ്. എത്ര അടിപൊളി ഒരു വാട്ടർഫോൾ ആണെന്നറിയോ. ഈ വാട്ടർഫോൾസിന്റെ കരകളിലായും പക്ഷികൾ വന്ന് ഗ്രില്ലുകളിൽ ഇരിക്കുന്നുണ്ട്. കണ്ടില്ലേ, അതിന് കരയിലായിട്ട് ഗ്രില്ലിന് മുകളിൽ ഇരിക്കുന്ന 2 പക്ഷികളെ. നല്ല ഫോഴ്സിൽ വരുന്ന ക്ലിയർ വാട്ടർ ആണ് ഈ വാട്ടർഫോൾസിലുള്ളത്. കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ വളരെ മനോഹരമാണിത്. ഇവിടെ നിന്ന് ഇനി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നത് ബേർഡ്സിനെയാണ്.
കാണുന്നത് ഒട്ടകപ്പക്ഷിയുടെ മുട്ടകളാണ്. ഏറ്റവും വലിയ പക്ഷിയായ ഒട്ടകപ്പക്ഷി ഒരു വർഷത്തിൽ 100 മുട്ടകൾ വരെ ഇടാമെന്നാണ് കണക്ക് വരുന്നത്. എന്താ അതിന്റെ വലിപ്പം എന്നൊന്ന് നോക്കിയേ. ഇവിടെ നിന്ന് പുറത്തേക്ക് നടക്കുമ്പോൾ നമ്മൾ എത്തുന്നത് ഒരു ഗാർഡനിലോട്ടാണ്. ഗാർഡന്റെ നടുവിലായി ഇങ്ങനെ ഒരു ഫൗണ്ടെയിനും ഉണ്ട്. കണ്ടതിലും ഏറെ വിശേഷങ്ങൾ ഇനിയും ബാക്കിയാണ്. കൃപാലു കേവ്സും ബോൺസായി മ്യൂസിയവും ഒക്കെയുണ്ട്. അപ്പോൾ അതൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. സോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ചെയ്തേക്കുക. സോ സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് പാർട്ട് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.